ഓപ്പറേഷൻ സുധാകർ, അതിലൂടെ ആരാണ് വിജയം കൊയ്യാൻ പോകുന്നത്? നമ്മുടെ വെള്ളാപ്പള്ളി നടേശൻ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണല്ലോ പറഞ്ഞത്. ഓപ്പറേഷൻ സുധാകറിലൂടെ കോൺഗ്രസിൻ്റെ സർവനാശം. കോൺഗ്രസിൻ്റെ സർവനാശം തുടങ്ങിയിട്ട് നാളുകളേറെയായി. ഇപ്പോൾ KPCC പ്രസിഡന്റിനെ മാറ്റിയതോടുകൂടി അതിൻ്റെ പരിപൂർണതയിലും എത്തിയിരിക്കുകയാണ്. സണ്ണി ജോസഫ് എന്ന ആ എപ്പോഴും ചിരിച്ചുകൊണ്ട് കിടക്കുന്ന മനുഷ്യൻ ക്രൈസ്തവ സഭയുടെ മുഴുവൻ വോട്ടിങ് കോൺഗ്രസിൽ എത്തിച്ചു തരും എന്നുള്ള പ്രതീക്ഷയോടുകൂടിയാണ് സുധാകരനെ അങ്ങ് ഡൽഹിയിലേക്ക് വണ്ടി കയറ്റി വിട്ടിരിക്കുന്നത്. വർക്കിംഗ് കമ്മിറ്റിയാണ് അദ്ദേഹത്തിൻ്റെ തൊഴിൽ. മറ്റൊരു പണിയുമില്ലാത്ത ഒന്നാണ് ഈ വർക്കിംഗ് കമ്മിറ്റി എന്ന് പറയുന്നത്. അതിൽ പ്രത്യേക ക്ഷണിതാവ്, അതൊക്കെ വെറും ആലങ്കാരികമായിട്ടുള്ള ഒന്നാണ്. എന്തായാലും ആൻ്റോ ആൻ്റണിയെ മാറ്റിയിരുത്തി ആൻ്റോ ആൻ്റണിയും കുപ്പായമൊക്കെ തയ്പ്പിച്ചു. സുധാകരനെ പാര വെച്ച് താഴെ ഇറക്കി. പക്ഷേ സണ്ണി ജോസഫ് അധികാരം നേടുകയും ചെയ്തു. പക്ഷേ ഇതിനകത്തുണ്ടാകുന്ന വലിയ ഭവിഷ്യത്ത് എന്താണെന്ന് കോൺഗ്രസ് മനസ്സിലാക്കുന്നില്ല. അവർക്കിങ്ങനെ വലിയ സന്തോഷത്തിൽ നിൽക്കുന്നത് കേരള ഭരണം കിട്ടിയ മാതിരിയാണ് കോൺഗ്രസ്സിലുള്ള കുറേ പേര് ഇപ്പോൾ ആഹ്ലാദിക്കുന്നത്. സുധാകരനെ മാറ്റിയല്ലോ, അതാണ് അവരുടെ വിജയം. ഈ ഓപ്പറേഷൻ സിന്ദൂറിൽ എല്ലാ ഇന്ത്യക്കാരനും അഭിമാനിക്കുന്നത് പോലെ എല്ലാ കോൺഗ്രസ്സുകാരനും അഭിമാനിക്കുകയാണിപ്പോൾ ഓപ്പറേഷൻ സുധാകർ നടത്തിയതിൽ. സുധാകരനെ ഇന്ദിരാഭവനിൽ നിന്ന് നേരെ കെട്ടുകെട്ടിച്ചു. അതിൽ സന്തോഷപുളകിതരായി, ആനന്ദപുളകിതരായി നിൽക്കുകയാണ് കോൺഗ്രസ്സിലെ കുറേ ഓച്ചന്മാർ. ചുമ്മാതല്ല ഇവർക്ക് ഭരണം കഴിഞ്ഞ 2 തവണയായിട്ടും ഇല്ലാത്തത്. ഇനിയൊട്ട് കിട്ടാനും പോകുന്നില്ല. ഇനി ഇതിനകത്ത് ആശിക്കുകയും വേണ്ട. കാരണം കോൺഗ്രസ് സർവനാശത്തിലേക്ക് എന്ന് വെള്ളാപ്പള്ളി പറയുമ്പോൾ തന്നെ അതിൽ നിന്ന് നമുക്ക് പലതും വായിച്ചെടുക്കാം. സുധാകരനെ മാറ്റുന്നതിനോട് തന്നെ അദ്ദേഹത്തിന് യോജിപ്പില്ലായിരുന്നു. തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ വന്ന് നിൽക്കുമ്പോഴാണ് ഈ മാറ്റുന്നത്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ്, തദ്ദേശം, പിന്നീട് 26 നിയമസഭാ തെരഞ്ഞെടുപ്പും. ഇതിനുള്ള പ്രാരംഭവട്ട ഒരുക്കങ്ങൾ പൂർത്തീകരിക്കേണ്ട ഒരു സമയമാണ്. ആ സമയത്താണ് കോൺഗ്രസിനകത്ത് ഈ കലഹവും പലരെയും അതിൽ നിന്ന് നിഷ്കാസിതരാക്കുകയും ഒക്കെ ചെയ്യുന്നത്. ഇത് അവർക്കുണ്ടാക്കുന്ന അപകടത്തെക്കുറിച്ചൊന്നും അവർക്ക് വലിയ അറിവൊന്നുമില്ല. അപ്പോൾ എന്തായാലും ഇവരിപ്പോൾ തീയ സമുദായത്തിൽപ്പെട്ട സുധാകരനെ മാറ്റിയിട്ട് UDFൻ്റെ കൺവീനറാക്കിയിരിക്കുകയാണ് അടൂർ പ്രകാശിനെ. അത് വെള്ളാപ്പള്ളിയെ ഒന്ന് ആശ്വസിപ്പിക്കുന്നതിന് വേണ്ടിയാണ്, ഈഴവ സമുദായത്തിൽപ്പെട്ടത്. പിന്നെ അതുകൂടാഞ്ഞിട്ട് ഇതിനകത്ത് പുതിയ മുഖമൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അനിൽകുമാർ, ഒരു ദളിതൻ, PC വിഷ്ണുനാഥ് നായർ, ഷാഫി പറമ്പിൽ, അത് മുസ്ലിം സമുദായത്തിൽപ്പെട്ട. അപ്പോൾ ഇങ്ങനെയൊക്കെ കൊണ്ടുവന്നു. അപ്പോൾ എല്ലാ തരത്തിലും എല്ലാ സമുദായ സമവാക്യങ്ങളെയും ചേർത്ത് വന്നിരിക്കുകയാണ്. ഇപ്പം അടൂർ പ്രകാശിനെ ആയിരുന്നു യഥാർത്ഥത്തിൽ കോൺഗ്രസിൻ്റെ അധ്യക്ഷ സ്ഥാനത്തേക്ക് കൊണ്ടുവരേണ്ടത്. അടൂർ പ്രകാശിനെ സംബന്ധിച്ചിടത്തോളം അത് കോൺഗ്രസിൽ തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു മേൽവിലാസം ഉറപ്പിച്ചു നിൽക്കുന്ന ആളാണ്. കോന്നി MLA ആയിരുന്നു. കോന്നി MLA ആയിരുന്നപ്പോൾ തന്നെ അവിടുത്തെ ജനങ്ങൾക്ക്, വോട്ടർമാർക്ക് ഏറെ പ്രതീക്ഷയുള്ള ഒരു MLA ആയിട്ട് തന്നെയാണ് പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. കോന്നിക്ക് എന്തെങ്കിലും ഒരു വികസനം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് അടൂർ പ്രകാശിൻ്റെ കാലത്താണ്. അവിടെ നിന്നാണ് പിടിച്ചുകൊണ്ട് പോയത്. 2019 ആറ്റിങ്ങൽ മണ്ഡലത്തിൽ കൊണ്ടുവന്നു. അടൂർ പ്രകാശ് അവിടെ ജയിക്കണമെന്നൊന്നും താല്പര്യപ്പെട്ടില്ല. പക്ഷേ അവിടെ ജനങ്ങൾ ജയിപ്പിച്ചേ അടങ്ങൂ, ജയിപ്പിച്ചു. 2024 അതങ്ങ് ആവർത്തിച്ചു. എങ്ങനെയെങ്കിലും ഒന്ന് തോറ്റാൽ മതി. ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥി അങ്ങനെ കരുതുമോ? അടൂർ പ്രകാശ് അങ്ങനെ കരുതി. കാരണം അടൂർ പ്രകാശിന് MLA ആയിട്ടിരുന്നാൽ മതി, സംസ്ഥാനത്ത് നിന്നാൽ മതി. അടൂർ പ്രകാശിന് കാര്യം അറിയാം, അങ്ങോട്ട് പോയിട്ട് കാര്യമൊന്നുമില്ല. എവിടെ? ഡൽഹിക്ക്. വെറുതെ എന്തിനാ വണ്ടി കയറി പോകുന്നത്? അവിടെ ഒന്നും നടക്കാൻ പോകുന്നില്ല. കാരണം
ദേശീയ തലത്തിൽ കോൺഗ്രസ് പോയി. രാഹുൽ ഗാന്ധിക്ക് പോലും നേരെ ചൊവ്വേ ഒരിടമില്ലാത്ത കാര്യങ്ങളായി മാറിയിരിക്കുകയാണ് കോൺഗ്രസ്. അപ്പോൾ പിന്നെ എന്തിനാ അങ്ങോട്ട് വണ്ടി കയറി പോകുന്നത്? പണ്ട് ഈ അധികാരത്തിൻ്റെ ആർത്തി മൂത്ത് കുഞ്ഞാലിക്കുട്ടി പോയല്ലോ 2019 MP ആയിട്ട്. കുഞ്ഞാലിക്കുട്ടി വിചാരിച്ചു 2019 പപ്പുമോൻ അധികാരത്തിൽ വരും, മുസ്ലിം ലീഗിൻ്റെ അഖിലേന്ത്യാ നേതാവായി നിന്നുകൊണ്ട് കേന്ദ്ര ക്യാബിനറ്റ് വാങ്ങിക്കാമെന്നും പറഞ്ഞു പോയതാണ്. പോയി അവിടെ ചെന്ന് വണ്ടി ഇറങ്ങി അടുത്ത ദിവസം തന്നെ തിരികെ പോന്നല്ലോ. MP സ്ഥാനം എല്ലാം കളഞ്ഞു കുളിച്ചു, ഇവിടെ നിന്നു. അപ്പോൾ പിന്നീട് മനസ്സിലായി കേരള രാഷ്ട്രീയം തന്നെയാണ് നമുക്ക് നല്ലതെന്ന്. ഇനിയിപ്പോൾ ഉപമുഖ്യമന്ത്രിയാകാനായിട്ട് നോക്കി നടക്കുക, വേഷം കെട്ടി നടക്കുക. ഇപ്പോൾ ആ മോഹമൊക്കെ കുറേ മാറി. കാരണം കോൺഗ്രസ്സുകാരുടെ കൂടെ നിന്നാലൊന്നും ഗുണം പിടിക്കാൻ പോകുന്നില്ല. അവരവരുടെ കലഹം തീർത്തിട്ട് വേണ്ട ഒരുമയോടുകൂടി നിന്ന് തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പറ്റുകയുള്ളൂ. പിന്നെ LDFിലേക്ക് പോയി കഴിഞ്ഞാൽ അത് അവിടെ ചിലപ്പം ഉപമുഖ്യമന്ത്രിയൊന്നും കിട്ടണമെന്നില്ല. അധികാരത്തിൽ അങ്ങനെ ബാർഗെയിൻ ചെയ്യാനൊന്നും CPMൻ്റെ അടുക്കൽ നടക്കത്തില്ല. കോൺഗ്രസിൻ്റെ അടുക്കലാകുമ്പം കോൺഗ്രസിൻ്റെ തലയിൽ കയറിയിരുന്നങ്ങ് മേയാം എങ്ങനെ വേണമെങ്കിലും. അങ്ങനെ മേഞ്ഞതാണ് ഈ ക്രൈസ്തവ സഭ മുഴുവൻ കോൺഗ്രസ് വിട്ടുപോയത്. അതിൻ്റെ തിക്താനുഭവമൊന്നും അവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ക്രൈസ്തവ സഭ വിട്ടുപോയത് തിരിച്ചു പിടിക്കണമെന്നുള്ള രീതിയിലാണ് സണ്ണി ജോസഫിനെ കൊണ്ടുവരുന്നത്. നമ്മുടെ മുരളീധരൻ പറഞ്ഞതുപോലെ സണ്ണി ജോസഫിനെ എന്നല്ല, ഈ ആരെയെങ്കിലുമൊക്കെ ആൻ്റോ ആൻ്റണിയെ പോലുള്ളവരെ കൊണ്ടുവന്നാലും ഈ ചിത്രം കാണിച്ചാലെങ്കിലും ആൾക്കാർക്ക് മനസ്സിലാകണ്ടേ ഇത് ഇന്നാരാണ്, കോൺഗ്രസ്സിലുള്ള ആളാണ്. ആൻ്റോ ആൻ്റണി പത്തനംതിട്ടയിലെ MP ആണ് എന്ന് എത്ര പേർക്കറിയാം? AK ആൻ്റണിയുടെ മകൻ അനിൽ ആൻ്റണി അവിടെ മത്സരിച്ചത് കൊണ്ട് ആൻ്റോ ആൻ്റണി വിജയിച്ചു. അതാണ് അതിൻ്റെ കാര്യം. അല്ലാതെ പത്തനംതിട്ടക്കാർക്കൊന്നും അവിടെ വേണ്ട, ആ പ്രദേശത്തൊന്നും കാണുവാനുമില്ല, അവിടെ ഒരു പുണ്ണാക്കും ചെയ്തിട്ടുമില്ല. ഇപ്പം അങ്ങനെ കുറേ പേരുണ്ട്. തിരുവനന്തപുരത്ത് ശശി തരൂർ MP, MLA മാരുടെ കാര്യം പറയുമ്പോൾ കൊല്ലത്ത് മുകേഷ് MLA ആ മണ്ഡലത്തിലെ ഇല്ലാത്ത MLA ആണ്. അപ്പോൾ എന്തായാലും ഈ ഓപ്പറേഷൻ സുധാകർ എന്ന കോൺഗ്രസിൻ്റെ ഒരു സർവനാശത്തിന് തുടക്കം കുറിച്ചിരിക്കുന്നു എന്ന് പറയുന്നത്. പക്ഷെ തുടക്കമല്ല, അതിൻ്റെ അന്ത്യം ആണ്, അതിൻ്റെ അവസാന ഘട്ടമാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ സണ്ണി ജോസഫ് വന്നു കഴിയുമ്പോൾ കലഹമെല്ലാം തീരുമോ? ഇല്ല. കോൺഗ്രസിനകത്ത് ആര് വന്നാലും ഇപ്പോൾ ചില മാധ്യമങ്ങളൊക്കെ പറയുന്നത് ഇനിയിപ്പോൾ ഗ്രൂപ്പ് I ഗ്രൂപ്പ് അങ്ങനെയൊന്നുമില്ല, ഗ്രൂപ്പുകളൊക്കെ തന്നെ ഇല്ലാതായി തീരുന്ന വണ്ണമാണ് ഇങ്ങനെ ഒരു പദവി വിഭജനമൊക്കെ നടത്തിയിരിക്കുന്നത് എന്നാണ് പറയുന്നത്. പക്ഷെ അങ്ങനെ ഒരു രീതിയൊന്നും ഇതിനകത്ത് നമുക്ക് കാണാൻ കഴിയുന്നില്ല. കാരണം സണ്ണി ജോസഫ് വന്നാലും സണ്ണി ജോസഫിനെയും പാര വെച്ച് തകർക്കാനായിട്ട് ആ പാർട്ടിക്കകത്ത് ധാരാളം പേരുണ്ട്. അവരത് പാര വെച്ച് തകർക്കും. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അതൊരു തൊഴിലാണ്, അതവരുടെ കുലത്തൊഴിലാണ്. ഇനിയിപ്പോൾ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ്, നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് നമുക്ക് പറയാം UDF വിജയിക്കും. അത് UDF വിജയിക്കുന്നതെന്ന് വെച്ചാൽ PV അൻവറിൻ്റെ ഒരു വലിയ പിൻബലമുള്ളതുകൊണ്ട്, അല്ലാതെ UDF വിജയിക്കണമെന്നൊന്നുമില്ല. PV അൻവറിൻ്റെ വോട്ടുണ്ട് അവിടെ. ആ വോട്ട് വിഹിതം കൂടെ ശേഖരിച്ചുകൊണ്ട് UDFന് വിജയിക്കാം. അതിപ്പോൾ കയറുന്ന കോൺഗ്രസിൻ്റെ പ്രസിഡന്റിന് പിന്നെ അഭിമാനിക്കാനൊന്നും വകയില്ല. പിന്നെ നടക്കുന്ന പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലൊക്കെ ആയിരിക്കും കാര്യങ്ങൾ വരിക. അപ്പോഴായിരിക്കും ഏത് തരത്തിലുള്ള പ്രവർത്തനമാണ് പ്രസിഡന്റ് നടത്തിയെന്നൊക്കെ വിലയിരുത്താൻ കഴിയുക. എന്തായാലും കോൺഗ്രസ് സർവനാശത്തിലേക്ക് പോകുന്നോ എന്നുള്ളത് നമുക്ക് കാത്തിരിക്കാം.